ലാൽ ജോസ്. അപ്പം ലാലു എന്ന് വിളിച്ചു തുടങ്ങാം അല്ലേ? ഓ, വേണ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടവരെല്ലാം ലാലു എന്നാണ് വിളിക്കുന്നത്. അതെ. ആരെ കൊണ്ടെങ്കിലും ചെറുപ്പത്തിൽ ലാലു എന്ന് വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചിരുന്നു? ഒരിക്കലും ഇല്ല. അത് ലാലു എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ ഒറ്റപ്പാലത്തുകാർക്ക്. ഒറ്റപ്പാലം NSS കോളേജ് അല്ലേ? NSS കോളേജ് അവിടെ എന്താണ് പാലപ്പുറം. പാലപ്പുറത്ത് അവിടെ ഒരു വിദ്വാൻ താമസിക്കുന്നുണ്ടല്ലോ, അവിടെ S അജയകുമാർ എന്നുള്ള. എൻ്റെ സീനിയർ ആയിരുന്നു സ്കൂളിൽ. ഓ ശരി. സ്കൂളിൽ കോളേജിലുമാണ്? കോളേജിൽ പുള്ളി NSS-ലായിരുന്നില്ല, തൊട്ടടുത്തൊരു പാരലൽ കോളേജിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ നന്നായി പഠിച്ചുകൊണ്ട് മൂപ്പർക്ക് പിന്നെ NSS കോളേജിനേക്കാളും വലിയൊരു കോളേജിലേക്കാണ് അഡ്മിഷൻ കിട്ടിയത്. അല്ല, അത് പണ്ട് രാവിലെ നേരത്തെ അജയകുമാർ തോളത്ത് സഞ്ചിയായിട്ട് പോണ കണ്ട എൻ്റെ അപ്പച്ചൻ പറയും, അന്ന് സ്കൂളിൽ പോകണ്ട, അവൻ പോയിട്ടുണ്ട് എന്ന് പറയും. ഞാൻ സാധാരണ എല്ലാവരും പ്രീ ഡിഗ്രി ഉള്ള കാലമായിരുന്നു അത്. പ്രീ ഡിഗ്രിയും 5 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഞാനത് 6 കൊല്ലം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ എക്കണോമിക്സ് ആയിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ഈ 6 വർഷങ്ങൾ കൊണ്ട് എന്താണ് പഠിച്ചതെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ 6 വർഷം വേസ്റ്റായി. ഞാൻ എന്തായാലും എക്കണോമിക്സ് പോകണില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പം എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഹാർഡ് ഏൺഡ് മണി ഞാൻ 6 വർഷം നശിപ്പിച്ചു എന്നുള്ളതിൽ എനിക്ക് ദുഃഖം തോന്നി. പക്ഷെ പിന്നീട് ഞാനൊരു സംവിധായകനായപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ 6 വർഷം കിട്ടിയ ജീവിത വിദ്യാഭ്യാസമാണ് എന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത്. ഒരു കണക്കിന് അന്നത്തെ കാലഘട്ടത്തിൽ കോളേജിലൊന്നും പഠിക്കാതെ പുറത്തൊക്കെ പഠിച്ച് അല്ലെങ്കിൽ വലിയ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച ആൾക്കാർക്ക് വലിയൊരു ജീവിതം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പിന്നീട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ താമസിക്കുന്നത് ലോഡ്ജിലാണ്. അവിടെ ഈ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ക്യാമറാമാൻ, അസിസ്റ്റന്റ് മേക്കപ്പ് മാൻ, അങ്ങനെയുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവരായിട്ട് മിങ്കിൾ ചെയ്ത് അവരിലൊരാളാണ് തിരിച്ചറിയുന്നത്. ബേബി എന്നാണ് ഞങ്ങൾ വിളിക്കുക. ശ്രീശങ്കർ എന്ന് പറഞ്ഞൊരു ക്യാമറാമാനാണ്. എന്ത് തിരിച്ചറിഞ്ഞു ലാലുവിന്റെ ഈ സിനിമയോടുള്ള ഭ്രമം? അല്ലല്ല, അയാളാണ് പറഞ്ഞത്, നീ എന്തിനാ ഈ കമ്പനിയിലൊക്കെ പോയിട്ട് ജോലിയാണ്, നിനക്കൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിക്കോട്ടെ, നിനക്കൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനുള്ള ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് പുള്ളിയാണ് പറയുന്നത്. എന്താ ആ ക്വാളിറ്റി പുള്ളി കണ്ടെത്തിയത്? പുള്ളി പറയാൻ കാരണം, ഞങ്ങളന്ന് അവിടെ താമസിച്ചാൽ സുബിൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, സുബ്രഹ്മണ്യൻ എന്നാണ് അവൻ്റെ പേര്. അവൻ വലിയ മ്യൂസിക് ഡയറക്ടർ ആവുമ്പോൾ ഇടാൻ വേണ്ടി വെച്ചിട്ടുള്ള പേരാണ് സുബിൻ. അതെ. അപ്പൊ സുബ്രഹ്മണ്യൻ ജോൺസേട്ടൻ്റെയും രാജാമണി ഏട്ടൻ്റെയും അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ ഈ സെക്കൻഡ് സൺഡേ അവിടെ അവധിയാണ് സിനിമാക്കാർക്ക്. അപ്പൊ ആ ദിവസം സൺഡേ സുബിൻ ചില ട്യൂണുകളൊക്കെ ഇടും. അവിടെ വേണുഗോപാൽ ചൊക്ലി എന്ന് പറഞ്ഞ വേറൊരു പയ്യനുണ്ടായിരുന്നു. അവൻ കണ്ണൂർ ഭാഗത്ത് ഈ ചൊക്ലി തലശ്ശേരി ഭാഗത്തുണ്ട്. അപ്പം ചെറിയ ആളല്ല ഇത്. അതാണ് ആ സമയം കറക്റ്റാണ് ഇപ്പൊ. അതെ, അങ്ങനെയാണ് ലാൽ എന്നുള്ള പേര് ലാൽ ബഹദൂർ എന്നാണ് ഡോക്ടർ പേര് നിർദ്ദേശിച്ചത്. എൻ്റെ അമ്മ പറഞ്ഞു ബഹദൂർ എന്ന് ഇടാൻ. അങ്ങനെ അപ്പച്ചന്റെ പേരിലെ ജോസും കൂടി എടുത്തിട്ട് ലാൽ ജോസ് ആയിരുന്നു. കറക്റ്റാക്കി വെച്ചു. അപ്പൊ ലാലിനെ വിട്ടിട്ടില്ല. ഇല്ല. എപ്പോഴും വീട്ടിൽ ലാൽ ബഹദൂർ ശാസ്ത്രി വല്ല പടം വെച്ചിട്ടുണ്ടോ? ഒന്ന് വെക്കണം. അപ്പച്ചൻ പറയാറുണ്ട്, അപ്പച്ചൻ ഈ അടുത്ത കാലത്ത് വരെ പറയാറുണ്ട്, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വിധി തന്നെയായിരിക്കും ഇവനും. കാരണം ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചപ്പോൾ പലചരക്കടയിലെ പല്ല് തീർത്തത് അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി ആയിരുന്നു. അപ്പൊ ആ ഗതികേട് എന്തായാലും ലാൽ ജോസിനുണ്ടാവില്ല. എന്താ കാരണം വെച്ചാല് ഇക്കണോമിക്സ് പഠിച്ചതിന് കുറെ പ്രയോജനം ജീവിതത്തിൽ. ലാൽ ബഹദൂർ ശാസ്ത്രി ഇക്കണോമിക്സ് പഠിച്ചിരുന്നില്ല. അതായിരിക്കും. ലാലുവിൻ്റെ അമ്മമ്മയുടെ മുഖമാണ് ഏത് നിമിഷത്തിൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തെളിയുക. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ലാലുവിൻ്റെ അമ്മമ്മ. അതുകൊണ്ട് പല മുഖമുണ്ട് അമ്മമ്മയുടെ എൻ്റെ മനസ്സിൽ. പക്ഷേ ഈ വിഷയം നിങ്ങൾ കേൾക്കണം. ലാലുവിൻ്റെ അമ്മമ്മ മരിച്ചിട്ട് ലാലു പോയിരിക്കണം. അമ്മമ്മ എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പിലുള്ളൊരമ്മമ്മയാണ്. നല്ല പ്രായമുണ്ട്. ലാലുവിൻ്റെ അമ്മമ്മ മരിച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് വന്ന ഉടനെ ലാലു ചേപ്പാട് വിട്ടു. എല്ലാ ആൾക്കാരും കൂടുന്നുണ്ട്. പിന്നെ ലാലു വളരെ മെച്ചൂർഡായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. താടി വളരുന്നേ ഉള്ളൂ. ഇത് ഞാൻ ഡയറക്ടർ കഷ്ടപ്പെട്ടിട്ട് വെച്ചതാണ്. ഇത് പരീക്ഷിക്കാത്ത സാധനങ്ങളൊന്നുമില്ല. കാരണം അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇവിടെ മുഖത്ത് തേച്ചുകൊണ്ടിരുന്നത് താടി വരാൻ വേണ്ടിയിട്ട്? കാരടി നെയ്യ് എന്ന് പറഞ്ഞിട്ട് അട്ടപ്പാടിന്ന് വന്ന ഒരു പയ്യൻ ഒരു സാധനം തന്നു. അതെന്തോ വൃത്തിയായിട്ട സാധനം തേച്ചിട്ട്. പിന്നെ ആരോ പറഞ്ഞു ആവണക്കെണ്ണ തേച്ച രാത്രി കിടക്കുമ്പോ ആവണക്കെണ്ണ തേച്ചിട്ട് കിടന്ന് രോമം മുഖത്ത് വളരും എന്ന് പറഞ്ഞിട്ട് അത് കുറെ കാലം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം പരീക്ഷിച്ചത് അനൂപ്
ഹെയർ ടോണിക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം രോമമരുന്ന് കഷണ്ടിക്കുള്ള മരുന്ന്. അത് തിരുവനന്തപുരത്തുള്ളൊരു പരിപാടിയാണ്. അതെ, അത് പിന്നീട് കൂട്ടിപ്പോയി തോന്നുന്നു. അത് പിന്നെ എന്തായെന്ന് അറിയാം. നന്നായി പൈസ മുടക്കി ഇതിനൊക്കെ. അതായത് അന്ന് താടി മീശം വരുമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു മെച്യൂരിറ്റിന്റെ ലക്ഷണമാണ്. അന്ന് കോളേജിൽ പഠിക്കുമ്പോഴത്തെ പ്രശ്നം ഈ പെൺകുട്ടികൾക്ക് ആർക്കും നമ്മളൊരു വിലയില്ല, ഇതില്ലാത്തതുകൊണ്ട്. ബാക്കി ഒന്നാമത് ഞാൻ ചെറിയ ആള്, സൈസ് ചെറുത്, രണ്ട് താടിയില്ല, കവളക്കോട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ കൂട്ടുകാർക്കൊക്കെ പലർക്കും ചെറിയ പ്രണയങ്ങളൊക്കെ തുടങ്ങിയ സമയമാണ്. അപ്പൊ അവരൊക്കെ ഈ കത്ത് കൊടുക്കാനൊക്കെ ധൈര്യമായിട്ട് ഏൽപ്പിക്കുന്നത് എൻ്റെ അടുത്ത്, കാരണം അവർക്ക് ഉറപ്പാണ്